ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ നമുക്കൊരു കുട്ടി ട്രാവൽ വ്ളോഗാണേ. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗൊന്നുമല്ല, ഒരു മിനി ട്രാവൽ വ്ളോഗ്. ആക്ച്വലി ഇത് ആദൂട്ടൻ്റെ ഫസ്റ്റ് റോഡ് ട്രിപ്പാണ് കേട്ടോ. ആദൂട്ടൻ ഉണ്ടായതിന് ശേഷം ആദൂട്ടനും ഞാനും അനുവും കൂടെ പോകുന്ന ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപേട്ട് സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അവിടെ സൂര്യകാന്തി തോട്ടം ഉണ്ടോ, മീൻസ് സീസൺ ആണോ, പൂക്കൾ കാണാൻ കഴിയുമോ, അതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഇതൊരു പ്രീ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നും ആയിരുന്നില്ല. തലേദിവസം രാത്രി പെട്ടെന്ന് തീരുമാനിച്ച് നമുക്ക് നാളെ പോവാം, അങ്ങനെ സെറ്റാക്കി പോയൊരു ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാറിൽ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ബിക്കോസ് ഒരു ബേബീനെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പം എന്താ അതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കാറിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫീഡ് ചെയ്യാനാണെങ്കിലും ഡയപ്പർ ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ കാട്ടുകൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണല്ലേ. നമുക്ക് ആനേനെയും മാനിനെയും ഒക്കെ കാണാൻ പറ്റി. ആദൂട്ടനെ ഇങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അതേ ആനേനെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആൾ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല, കാരണം ആൾക്കിപ്പോൾ അതൊന്നും മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ലല്ലോ. നമ്മളിത് ആക്ച്വലി രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഈ കാട്ടിൽ കൂടെ പോകുമ്പം ടൈമിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് സൂര്യകാന്തി തോട്ടമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമുക്കൊരു തോട്ടം കണ്ടത്. അവിടുന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ ആക്ച്വലി ഇറങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല ഹാപ്പി കാമായിട്ടിരിക്കും. പക്ഷേ വണ്ടി നിർത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാലൊക്കെ ആൾ പെട്ടെന്ന് ഇങ്ങനെ ടെററാവാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ള വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സീനാണ് കേട്ടോ. അതിലൊരു കുട്ടിയാനയൊക്കെ ഉണ്ടായിരുന്നു. ആൾ നമ്മളിന്ന് പേടിപ്പിക്കാനൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് നമ്മൾ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചു. അവിടുത്തെ ഫിഷ് നിർവാണയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അവിടുത്തെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. മീൻസ് അതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് അവിടെ എത്തുമ്പോഴേക്കും മോന് ഭയങ്കര കരച്ചിലൊക്കെ ആയി. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലി ആയി. അവർ കുട്ടീനെ എടുത്ത് നടന്ന് നമ്മളോട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് അവർ കുട്ടീനെ മാനേജ് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.